ഹായ്, ഗൂഗിളിൽ നിന്ന് മോട്ടിവേഷൻ ലെറ്റർ കോപ്പി ചെയ്ത് ജർമ്മനി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരു കോപ്പി പേസ്റ്റ് മോട്ടിവേഷൻ ലെറ്റർ നിങ്ങളുടെ എൻറ്റയർ ആപ്ലിക്കേഷന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ കുറയ്ക്കാം. പല ആപ്ലിക്കൻസും മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യും. ജർമ്മനി മോട്ടിവേഷൻ ലെറ്റർ സാമ്പിൾ, സ്റ്റുഡന്റ് വിസ SOP സാമ്പിള്, ഓസ് ബിൽഡിംഗ് മോട്ടിവേഷൻ ലെറ്റർ PDF, അങ്ങനെ ഒരു സാമ്പിള് കിട്ടും. അത് കോപ്പി ചെയ്യും, പേര് മാറ്റും, കോഴ്സിന്റെ പേര് മാറ്റും, സബ്മിറ്റ് ചെയ്യും. പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആ മോട്ടിവേഷൻ ലെറ്ററിൽ നിങ്ങളില്ല, നിങ്ങളുടെ സ്റ്റോറി ഇല്ല, നിങ്ങളുടെ ഗോൾസ് ഇല്ല, നിങ്ങളുടെ റീസൺ ഇല്ല. അതൊരു ജനറിക് ഡോക്യുമെന്റ് മാത്രമാണ്. ഓർക്കുക, മോട്ടിവേഷൻ ലെറ്റർ എന്നുള്ളത് ഒരു ഡോക്യുമെന്റ് മാത്രമല്ല, നിങ്ങളുടെ എൻറ്റയർ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സ്ട്രോങ് മോട്ടിവേഷൻ ലെറ്ററിൽ ഈ 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഹൂ ആർ യു? നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വൈ ജർമ്മനി? എന്തുകൊണ്ട് ജർമ്മനി തിരഞ്ഞെടുക്കുന്നു? മറ്റേതെങ്കിലും രാജ്യം അല്ലാത്തത് എന്തുകൊണ്ടാണ്? വൈ ദിസ് കോഴ്സ്? ഓസ് ബിൽഡിംഗ്, FST, OPR തുടങ്ങിയ കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിന് പിന്നിലെ ലോജിക് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻസ്, ഈ പ്രോഗ്രാം നിങ്ങളുടെ കരിയർ ഗോൾസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? പേഴ്സണൽ കണക്ഷൻ, നിങ്ങളുടെ ജേണി, മോട്ടിവേഷൻ ലെറ്റർ, ഡ്രീംസ് എന്നിവ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു വിസ ഓഫീസർ മോട്ടിവേഷൻ ലെറ്റർ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കന്റിന് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട്. അതല്ലാതെ ഇത് ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്തതാണ് എന്ന് തോന്നരുത്. ഈ മോട്ടിവേഷൻ ലെറ്ററിൽ പെർഫെക്റ്റ് ഇംഗ്ലീഷിലായിരിക്കണമെന്നില്ല, പക്ഷെ ഒതന്റിക് ആയിരിക്കണം. നിങ്ങളുടെ സ്റ്റോറി പറയണം, നിങ്ങളുടെ ഒരു പർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഒറിജിനാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ മോട്ടിവേഷൻ ലെറ്റർ മിസ്റ്റേക്സിനേക്കാൾ ഡേഞ്ചറസ് ആയ മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട്. പല ആപ്ലിക്കൻസും അവർ പോകുന്ന കോഴ്സിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ തന്നെ പ്രോപ്പർലി അറിയുന്നില്ല. അതാണ് 8ാമത്തെ ദിവസത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മോട്ടിവേഷൻ ലെറ്റർ നിങ്ങൾ തന്നെ എഴുതിയതാണോ? കമന്റിൽ മൈ സെൽഫ് അല്ലെങ്കിൽ നീഡ് ഹെൽപ്പ് എന്ന് എഴുതുക. ഈ ഒരു വീഡിയോ ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം 8ാമത്തെ ദിവസത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഴ്സ് ഡീറ്റെയിൽസ് അറിയാതെ പലരും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ ജോൺസ് മാത്യു, ജർമ്മനി ഡോക്യുമെന്റേഷൻ ആൻഡ് വിസ ക്ലാരിറ്റി എക്സ്പെർട്ട്, ഡ്രീം ഫ്ലൈ സ്റ്റഡി അബ്രോഡ് പാല. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്